ദൈവമാതാവിനോടുള്ള ഭക്തിയുടെ സ്ഥിരത. ഒന്നാമത്, ഈ സ്ഥിരതയ്ക്കുള്ള ആവശ്യം. രണ്ടാമത്, അതിനുള്ള വിഘ്നം. മൂന്നാമത്, അത് പ്രാപിക്കുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങൾ. ആദ്യം, കപ്പലോടിക്കുന്നവൻ കര ചേരുന്നതിന് ശേഷം മാത്രം ആശ്വസിക്കുന്നു. യുദ്ധം ചെയ്യുന്നവൻ ഭയപ്പെടാതെ തൻ്റെ ശത്രുക്കളെ തോൽപ്പിച്ച് ജയപ്രാപ്തനാകുന്നു. കൃഷിക്കാരൻ സകല വേലകളും മടിയാതെ ചെയ്ത് ധാന്യം സമ്പാദിക്കുന്നു. ഇപ്രകാരം തന്നെ ദൈവമാതാവിൻ്റെ മേൽ ഭക്തിയുള്ളവൻ അതിൽ മരണപര്യന്തം സ്ഥിരത ലഭിക്കപ്പെടുന്നു. സ്ഥിരത ലഭിച്ചാൽ മാത്രമേ തന്മൂലമുള്ള ആത്മീയ പ്രയോജനങ്ങളെല്ലാം അനുഭവിക്കുകയുള്ളൂ. തൽസംബന്ധമായി വിശുദ്ധ ഗ്രിഗോരിയോസ് ഇപ്രകാരം പ്രസ്താവിക്കുന്നു: പരിശുദ്ധ കന്യകെ, അങ്ങയെ സ്നേഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവിടാതെ സേവിച്ചു വരുമെങ്കിൽ ഞാൻ രക്ഷ പ്രാപിക്കുമെന്നത് നിശ്ചയമാകുന്നു. എന്നാൽ ചിലപ്പോൾ അങ്ങയെ മറന്ന് അങ്ങേ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എത്രയോ പേർ തങ്ങളെ ദൈവമാതാവിന് കാഴ്ച കൊടുത്തുകൊണ്ട് ആ നാഥയുടെ സ്തുതിക്കായി ജപം, ദാനം, ശുദ്ധഭോജനം, ഉപവാസം മുതലായ സൽകൃത്യങ്ങളിൽ ദീർഘകാലം അഭ്യസിച്ചതിന് ശേഷം അതെല്ലാം വിട്ടുപേക്ഷിച്ച് ഈ നായികയോട് ഭക്തിയില്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഇപ്രകാരമുള്ളവരെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഉറപ്പായി പറയാമോ? നിങ്ങൾക്കും ഇതുപോലെയുള്ള നാശം വരുമോ എന്ന് ഭയപ്പെട്ട് ധൈര്യത്തോടെ ദൈവമാതാവിനെക്കുറിച്ച് നടത്തി വരുന്ന സൽക്രിയകളിൽ സ്ഥിരമായി നിന്നുകൊള്ളണം. രണ്ടാമത്, ഈ സ്ഥിരതയ്ക്കുള്ള പ്രധാന വിഘ്നം നിങ്ങളുടെ അധൈര്യമാകുന്നു. നിങ്ങൾക്ക് മനസ്സമാധാനവും ആത്മീയ സന്തോഷവും ഉള്ളപ്പോൾ സൽകൃത്യങ്ങളിൽ തൽപരരും ശുഷ്കാന്തിയും പ്രദർശിപ്പിക്കുന്നു. എന്നാൽ ഈ സന്തോഷവും മാധുര്യവും കുറഞ്ഞാൽ അതിനോടുകൂടെ നിങ്ങളുടെ ജാഗ്രത കുറഞ്ഞു പോകുകയും നിങ്ങൾ ദൈവമാതാവിനെക്കുറിച്ച് തുടങ്ങിയ സൽക്രിയകൾ വിട്ടുപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ നാശം നിങ്ങൾക്ക് നേരിടാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഈ നാഥയെക്കുറിച്ച് ചെയ്തു വരുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ജപങ്ങളും മറ്റ് സൽക്രിയകളും ഏത് വിഘ്നങ്ങൾ നേരിട്ടാലും ഇടവിടാതെ തുടർന്ന് നടത്തണം. രണ്ടാമത്തെ വിഘ്നം പിശാചിൻ്റെ തന്ത്രങ്ങളാകുന്നു. ദൈവമാതാവ് മൂലം അനവധി ജനങ്ങൾ നരകത്തിൽ നിന്നൊഴിഞ്ഞ് മോക്ഷത്തിൽ ചേരുന്നുവെന്നും അനേകം പാപികൾ മനസ്സ് തിരിഞ്ഞ് പാപത്തെ വിട്ടുപേക്ഷിക്കുന്നുവെന്നും ദൈവവരങ്ങൾ ഈ ലോകത്തിൽ ആറുപോലെ ഒഴുകി വരുന്നുവെന്നും അറിഞ്ഞ് പിശാച് ആ നായികയോടുള്ള ഭക്തി വണക്കങ്ങളെ സകല മനുഷ്യരിൽ നിന്ന് നീക്കുന്നതിന് നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ശത്രുവിൻ്റെ ആ പരീക്ഷണങ്ങളിൽ ഉൾപ്പെടാതെയും അവൻ്റെ ദുർവ്യായങ്ങൾ പരിഗണിക്കാതെയും സധൈര്യം മുന്നോട്ട് നടക്കണം. മൂന്നാമത്, ദൈവമാതാവിനെക്കുറിച്ച് അനുഷ്ഠിക്കുന്ന സൽകൃത്യങ്ങളിൽ സ്ഥിരമായി നിൽക്കുന്നതിന് ആ നായികയുടെ മഹത്വത്തെയും ഗുണങ്ങളെയും പറ്റി ധ്യാനിച്ചുകൊണ്ട് ആ മാതാവ് നൽകുന്ന അസംഖ്യം നന്മകൾ ഓർമ്മയിൽ വരുത്തണം. അത്രയുമല്ല, ഈ അമ്മയ്ക്ക് നമ്മുടെ മേലുള്ള അനന്ത സ്നേഹം വിചാരിച്ചുകൊണ്ട് ഈ നാഥയുടെ ശുശ്രൂഷയിൽ സ്ഥിരമായി നിൽക്കുന്നതിന് പ്രാർത്ഥിക്കുകയും വേണം. ദിനംപ്രതി ഈ മാതാവിനോട് പ്രാർത്ഥിച്ചു വന്നാൽ നമ്മെ പുണ്യത്തിൽ സ്ഥിരപ്പെടുത്തുന്നതിന് എന്നതിന് ഒട്ടും സംശയമില്ല. ദൃഷ്ടാന്തം: ഫ്രാൻസിൽ ലിയോൺസ് പട്ടണത്തിൽ ദൈവമാതാവിൻ്റെ നാമത്തിൽ പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട്. ആ ദേവാലയത്തെയും അതിൽ വണക്കപ്പെടുന്ന പരിശുദ്ധ കന്യകയുടെ തിരുസ്വരൂപത്തെയും സംബന്ധിച്ച് അത്ഭുതകരമായ ചില വിവരങ്ങൾ താഴെ ചേർക്കാം. ഉയർന്ന ഗോത്രത്തിൽ പിറന്നവരും സമരജതുരതുമായ 3 ഭടന്മാർ 1132 ആണ്ടിൽ തുലുക്കരോട് വളരെ നാൾ യുദ്ധം ചെയ്ത ശേഷം പിടിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ ബന്ധിക്കപ്പെട്ടു. അതിൻ്റെ ശേഷം തുലുക്കരുടെ രാജാവ് അവരെ മെസ്രൈൻ ദേശത്തിലേക്ക് കൊണ്ടുപോയി. മതപരിവർത്തനം ചെയ്യത്തക്കവണ്ണം അവരെ പല പ്രകാരത്തിൽ കഷ്ടപ്പെടുത്തുകയും ദുർന്യായങ്ങൾ പറഞ്ഞ് തങ്ങളുടെ വേദത്തിൽ ചേർക്കുന്നതിനായി
രാജാവ് കള്ളശാസ്ത്രികളെ അവരുടെ പക്കൽ അയക്കുകയും ചെയ്തെങ്കിലും അവർ കഷ്ടതയിൽ ഭയപ്പെടാതെയും ദുർന്യായങ്ങൾക്ക് വംശവതരാകാതെയും തങ്ങളുടെ വിശ്വാസത്തിൽ സുസ്ഥിരമായി നിന്നതേയുള്ളൂ. അപ്പോൾ രാജാവ്, ഞാൻ നിങ്ങൾക്ക് സമ്പത്തും സ്ഥാനമാനങ്ങളുമൊക്കെ തരുന്നുണ്ട്, നിങ്ങൾ നമ്മോടുകൂടെ നടക്കണം എന്ന് പറഞ്ഞ് അവരെ മറിപ്പാൻ നോക്കി. ആയുധം വിപുലമായെന്ന് കണ്ടപ്പോൾ വേറൊരു തന്ത്രം പ്രയോഗിക്കാൻ നിശ്ചയിച്ചു. വശീകരണം കൊണ്ട് അവരെ മുഹമ്മദ് വേദത്തിൽ ചേർക്കുന്നതിന് രാജാവ് സൗന്ദര്യവതിയായ തൻ്റെ പുത്രി ഇസ്മരിയാളിനെ അവരുടെ പക്കലയച്ചു. എന്നാൽ തങ്ങൾക്ക് സംഭവിച്ചതെല്ലാം ശേഷം പേരെ അറിയിക്കുകയും ചെയ്തു. മുൻപറഞ്ഞ അത്ഭുത സ്വരൂപം അവരുടെ പക്കൽ ഇരിക്കുന്നതറിഞ്ഞ് അവരുടെ രൂപതയുടെ മെത്രാൻ ഈ അത്ഭുത സംഭവത്തെപ്പറ്റി വേണ്ട പരിശോധന ചെയ്യുകയും രാജകുമാരിയായ ഇസ്മേരിയാൾക്ക് മാമോദിസ കൊടുത്ത് മറിയം എന്ന് പേരിടുകയും ഇവർ 4 പേരും വസിച്ച സ്ഥലത്തിൽ തന്നെ ദൈവമാതാവിൻ്റെ നാമത്തിൽ പിന്നീടൊരു ദേവാലയം പണിച്ച് മേൽപ്പറഞ്ഞ രൂപം അതിൽ സ്ഥാപിക്കുകയും ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെയും അനവധി അത്ഭുതങ്ങൾ അവിടെ നടന്നു വരുന്നു. ക്രിസ്ത്യാനികളെ, ഈ അത്ഭുത വൃത്താന്തത്തിൽ നിന്ന് ദൈവമാതാവിനോടുള്ള ഭക്തി എത്ര പ്രയോജനമുള്ളതാണെന്ന് വിശദമാകുന്നുണ്ടല്ലോ. ജപം. നമുക്ക് മുട്ടുകുത്തിയുന്ന ജപം ചൊല്ലാം. കൃപയുള്ള മാതാവേ, വരപ്രസാദം നിറഞ്ഞ മറിയമ്മേ, എന്റെ അസ്ഥിരത എത്ര വലുതെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഞാൻ വീഴുമെങ്കിൽ എന്നെ താങ്ങിക്കൊള്ളണമേ. ഞാൻ വഴി പിണങ്ങിപ്പോകുമെങ്കിൽ എന്നെ നല്ല വഴിയിൽ കൂടെ നടത്തിക്കൊള്ളണമേ. എന്റെ ആത്മശത്രുക്കളോട് യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ അവരെ ജയിപ്പാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ. ഈ ലോകമെന്ന സമുദ്രത്തിൽ ഞാൻ താണു നശിച്ചു പോകുമെന്ന് കണ്ടാൽ അങ്ങേ സങ്കേതമായ തുറമുഖത്തിൽ എന്നെ ചേർത്തുകൊള്ളണമേ. കടശി മരണസമയത്തിൽ എന്റെ ആത്മാവിനെ അങ്ങ് കൈക്കൊണ്ട് മോക്ഷരാജ്യത്തിൽ പ്രവേശിപ്പിച്ചു കൊള്ളണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കേട്ടപ്പെട്ടുവെന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചു കൊള്ളണമേ. കന്യാവ്രതക്കാട് രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദങ്ങൾ ഞാൻ അടുത്തു വരുന്നു. നടുവെറുപ്പിട്ട കണ്ണീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കാട്ടണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമ്മേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദീർഘമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം.